യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. അതിഥി സൽക്കാരത്തിനിടെ അവിടെ വീഞ്ഞു പോരാതെ വന്നു. യഹൂദ സംസ്കാരത്തിൽ വിരുന്നിൽ വീഞ്ഞില്ലാതെ വരുന്നത് വലിയ അപമാനമായിരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പരിശുദ്ധ മാതാവ് യേശു തമ്പുരാനോട് പരിഹാരത്തിനായി അഭ്യർത്ഥിച്ചു. ആ കുടുംബത്തിന്റെ ആവശ്യത്തിൽ മനസ്സിലവ് തോന്നി യേശു തമ്പുരാൻ അവിടെയുള്ള 6 കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് ആ കൽഭരണികളിലെ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തി. മനുഷ്യന്റെ കുറവുകളെ നിരമ്പുകളാക്കി തീർക്കുവാൻ കർത്താവിന്റെ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എത്രത്തോളം ആവശ്യമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും മധ്യത്തിൽ വീഞ്ഞു തീർന്നു പോകുന്ന നിന്ദയുടെയും നിരാശയുടെയും അനുഭവങ്ങൾ ആർക്കാണില്ലാത്തത്? ജീവിതത്തിലെ ഇത്തരം ഘട്ടങ്ങളിൽ കർത്തൃ സാന്നിധ്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നമുക്ക് യാചിക്കാം.